9ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആക്ടിവിറ്റി കാർഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെ കെമിസ്ട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് 7 ചാപ്റ്റേഴ്സും 7 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് ആൻസർ നോക്കാം. ആൻസർ കേട്ട് പഠിച്ചിട്ട് എക്സാമിന് എഴുതുന്നത് പോലെ സ്വന്തമായിട്ട് എഴുതി നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ് നമ്മൾ കണ്ടതാണ്. ആ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറി കാണണം കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ. യൂട്യൂബ് ചാനലിന്റെ നെയിമിൽ സഹ ഹോം സ്കൂൾ എന്ന നെയിമിൽ ക്ലിക്ക് ചെയ്ത് പ്ലേലിസ്റ്റിൽ ഒന്ന് കാണാൻ പറ്റും. പ്ലേലിസ്റ്റിൽ എല്ലാ സബ്ജക്റ്റും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ബോർ മോഡൽ ഈസ് ഹെൽപ്ഫുൾ ഇൻ ഗിവിംഗ് എ ലൂസിഡ് എക്സ്പ്ലനേഷൻ ടു ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ആറ്റം. അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ദ റിവോൾവിംഗ് പാത്ത് ട്രേസ്ഡ് ബൈ ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ബോർ മോഡൽ അനുസരിച്ച് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പാത്തിനെ, ഇലക്ട്രോൺസ് കറങ്ങുന്ന പാത്തിനെയാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. മെയിൻ ഐഡിയാസ് ഓഫ് ബോർ മോഡൽസ് ആർ ഗിവൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഐഡിയാസ്, മെയിൻ ഐഡിയാസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 എണ്ണം അവർ തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. നോക്കിയേ, ഒന്നാമത്തത്, ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇലക്ട്രോൺസ് ആറ്റത്തിന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽ. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺസിന് ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. അതുകൊണ്ട് ഈ ഷെൽസിനെ എനർജി ലെവൽസ് എന്നും വിളിക്കുന്നു. As long as an electron revolves in a particular orbit, its energy remains constant. എത്ര കാലം ഒരു ഇലക്ട്രോൺ ആ ഷെല്ലിൽ തന്നെ നിൽക്കുന്നോ, ആ ഓർബിറ്റിൽ തന്നെ നിന്ന് കറങ്ങുന്നുണ്ടോ, അത്രയും കാലം അതിന്റെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. The energy of the shells increases as the distance from the nucleus decreases. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കുറയും തോറും ഷെൽസിന്റെ എനർജി കൂടുതലായിരിക്കും. The last point, the shell around the nucleus can be numbered from near to the nucleus as 1, 2, 3, 4, 5, etc. or represented by the letters K, L, M, N, O. മെയിൻ ഷെൽസിന്റെ നെയിമിംഗ് ആണ് K, L, M, N, O. അങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം. Then second activity, the total number of protons in an atom is called its atomic number. The number of electrons present in an atom is equal to the number of protons. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നതും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ഇത് മൂന്നും സെയിം നമ്പർ ആയിരിക്കും. സം ഓഫ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇറ്റ്സ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും സം അല്ല, പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആണ് കേട്ടോ. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണെന്ന് തോന്നുന്നു. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒരു കോളം തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാം. എലമെന്റ്സ്, ലിഥിയം. ലിഥിയത്തിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ലിഥിയത്തിന്റെ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് 3 ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ സെയിം തന്നെയാണ് 3. നമ്പർ ഓഫ് ന്യൂട്രോൺസ് 4 ആണ്. മാസ് നമ്പർ കാണാൻ എന്ത് ചെയ്യണം? പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം തമ്മിൽ കൂട്ടണം. പ്രോട്ടോൺസ് എന്ന് പറയുന്നത് തന്നെയാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 3 + 4 = 7. ദെൻ കാർബണിന്റെ പ്രോട്ടോൺസിന്റെ എണ്ണം 6, അറ്റോമിക് നമ്പർ 6 തന്നെയാണ് സെയിം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. ദെൻ മാസ് നമ്പർ 6 + 6 = 12. ആർഗൺ 18 ആണ്, അറ്റോമിക് നമ്പറും 18 ആണ്. ദെൻ അതിന്റെ ന്യൂട്രോൺസിന്റെ എണ്ണം 22 ആണ്. ദെൻ മാസ് നമ്പർ 18 + 22 = 40. സൾഫറിന്റെ 16 ആണ്, അറ്റോമിക് നമ്പർ 16. നമ്പർ ഓഫ് ന്യൂട്രോൺസ് 16 ആണ്. അപ്പോൾ അതിന്റെ മാസ് നമ്പർ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് പ്രോട്ടോൺ, 16 + 16 = 32.
ദെൻ മാസ് നമ്പർ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്പർ ഓഫ് ഡാഷ് പ്ലസ് നമ്പർ ഓഫ് ഡാഷ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം തമ്മിലുള്ള സം ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കുറച്ചാ പോരെ. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ഡാഷ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. Atomic number of an atom is 17 and mass number is 35. Complete the table related to this element. അപ്പോൾ ഒരു എലമെന്റിന്റെ, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 17 ആണെന്ന് തന്നിട്ടുണ്ട്, മാസ് നമ്പർ 35 ആണ് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ടേബിള്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? നമുക്കറിയാം അറ്റോമിക് നമ്പർ 17 എന്ന് തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ 17, നമ്പർ ഓഫ് പ്രോട്ടോൺ 17, ദെൻ മാസ് നമ്പർ 35 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാൻ എന്ത് ചെയ്യണം? മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. 35 മൈനസ് 17 ഈക്വൽ ടു 18. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? 7 ചാപ്റ്ററും കവർ ചെയ്യാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഒരു തവണ പഠിച്ചതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അന്ന് പഠിച്ച ആ ക്ലാസ്സിൽ എടുത്ത് നോക്കുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി, അനലൈസ് ദ ബോർ മോഡൽ ഓഫ് ആറ്റം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇത് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. നമുക്കറിയാലോ ഒരു എലമെന്റിന്റെ ബോർ മോഡൽ വരച്ചിരിക്കുന്നതാണ് ഇത്. അതനുസരിച്ച് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്നിട്ടുണ്ട് ന്യൂക്ലിയസിൽ ആരൊക്കെയാ ഉള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഈ നിശ്ചിത പാതയിലൂടെ, ഓർബിറ്റിലൂടെ കറങ്ങുന്ന, ഈ ഷെൽസിലൂടെ കറങ്ങുന്നത് ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ 13 ആണ്, ന്യൂട്രോൺ 14 ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13. മാസ് നമ്പർ എങ്ങനെ കിട്ടും? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ കൂട്ടിയാൽ മതി, നമുക്ക് മാസ് നമ്പർ കിട്ടും. 13 പ്ലസ് 14 ഈക്വൽ ടു 27. നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നിട്ടുണ്ടല്ലോ 13. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് എണ്ണി എഴുതാമല്ലോ. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എണ്ണി എഴുതിയില്ലെങ്കിലും എഴുതാൻ സാധിക്കുമല്ലോ, 13. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നിട്ടുണ്ട് 14. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? അറ്റോമിക് നമ്പർ 13 ആണ്, അങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 283. അല്ലെങ്കിൽ നമുക്ക് ഈ ഷെൽ തന്നിട്ടുണ്ടല്ലോ ഇലക്ട്രോൺസ്, അതിൽ നിന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് ഷെല്ലില് 2 ആണ്, സെക്കൻഡ് ഷെല്ലില് 8 ആണ്, തേർഡ് ഷെല്ലില് 3 ആണ്. ദെൻ സിംബൽ ഓഫ് ക്ലോറിൻ ഈസ് ക്ലോറിൻ 1735. ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ തന്നിരിക്കുന്ന അറ്റോമിക് നമ്പർ ആണ്, ലെഫ്റ്റ് സൈഡിൽ മുകളിൽ തന്നിരിക്കുന്നത് മാസ് നമ്പർ ആണ്. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ ആൻഡ് ഡ്രോ ദ ബോർ മോഡൽ ഓഫ് ഇറ്റ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം എഴുതണം. ഒരു ആറ്റമും അതിന്റെ അറ്റോമിക് നമ്പറും അറിയാമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. 17 ആണ് ക്ലോറിന്റെ അറ്റോമിക് നമ്പർ, 287. ബോർ മോഡൽ എങ്ങനെ വരയ്ക്കാം? ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം എഴുതുക. പ്രോട്ടോൺ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോൺ, 17 പ്രോട്ടോൺ. ഇനി ന്യൂട്രോണിന്റെ നമ്പർ അറിയാൻ മാസ് നമ്പറിൽ നിന്ന് 35 നിന്ന് 17 കുറച്ചാൽ മതി, 18, 18 ന്യൂട്രോൺ. ദെൻ ഇലക്ട്രോൺസ് 17 ആണ്. ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലാണ്, അതിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ലാണ്, അതിൽ 8 ഇലക്ട്രോൺസ്. ദെൻ അടുത്ത ഷെല്ലില് 7 ഇലക്ട്രോൺസ്. അങ്ങനെ ബോർ മോഡല് വരയ്ക്കുക. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി, ഐസോടോപ്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്സ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം എലമെന്റിന്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഹൈഡ്രജന്റെ തന്നെ ഐസോടോപ്സ് ആണ് ഈ 3 എണ്ണം. അതിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്, 1, 1, 1. മാസ് നമ്പർ വ്യത്യാസമാണ്, 1, 2, 3. ഇതാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആർ ഗിവൺ ബിലോ. അനലൈസ് ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് തന്നിട്ടുണ്ട്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നെയിം ഓഫ് ആറ്റം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതില് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടിയത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് തന്നെയാണ് അറ്റോമിക് നമ്പർ. പ്രോട്ടിയത്തിന്റെ 1, ഡ്യൂട്ടീരിയത്തിൻ്റെത് 1, ട്രിഷ്യത്തിൻ്റെത് 1. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇവിടെ 1 മൈനസ് 1, 0. ഡ്യൂട്ടീരിയത്തിൻ്റെത് 2 ആണ്, അറ്റോമിക് മാസ് 2 ആണ് മാസ് നമ്പർ. അപ്പോൾ 2 മൈനസ് 1 ഈക്വൽ ടു 1. അതാണ് ന്യൂട്രോൺസിന്റെ എണ്ണം. ട്രിഷ്യത്തിന്റെ കേസിൽ 3 മൈനസ് 1 ഈക്വൽ ടു 2. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് തന്നെയല്ലേ പ്രോട്ടോൺസ്, 1.
ഡ്യൂട്ടീരിയത്തിന് 1, ട്രിഷ്യത്തിന് 1. അറ്റോമിക് നമ്പറും സെയിം ആണ്, 1 1 1. മാസ് നമ്പർ ഇവിടെ നോക്കിയതാലോ, മാസ് നമ്പർ പ്രോട്ടിയത്തിന് 1, ഡ്യൂട്ടീരിയത്തിന് 2, ട്രിഷ്യത്തിന് 3. Which is the particle that differs in its number in these atoms? അപ്പോൾ ഈ ആറ്റത്തിന്റെ കേസിൽ ഏത് പാർട്ടിക്കിൾ ആണ് വ്യത്യാസമുള്ളത്? ന്യൂട്രോൺസ് അല്ലേ? ന്യൂട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇത് മൂന്നുമാണ് നമുക്കറിയാവുന്ന പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൽ പ്രോട്ടോൺ സെയിം ആണ്, ഇലക്ട്രോൺ സെയിം ആണ്, ന്യൂട്രോൺസ് മാത്രമാണ് വ്യത്യാസമുള്ളത്. Then complete the table. കുറച്ച് ഐസോടോപ്സ് തന്നിട്ടുണ്ട്, അതിന്റെ യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ 14. കാർബൺ 14 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് ഒബ്ജക്ട്. അപ്പോൾ ഫോസിൽസിന്റെയും പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെയും ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ 14. ദെൻ ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം ഈസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്. അറ്റോമിക് റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. അയഡിൻ 131. അയഡിൻ 131 മെഡിക്കൽ ഫീൽഡിലാണ് ഉപയോഗിക്കുന്നത് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് ട്യൂമർ. ട്യൂമർ ട്രേസ് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131. യുറേനിയം 235 യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്. അറ്റോമിക് റിയാക്ടേഴ്സിൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് യുറേനിയം 235. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് കെമിക്കൽ ബോണ്ടിങ്. ബോണ്ടിങ്ങിനെ പറ്റിയാണ് പഠിച്ചത്. അയോണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്. The chemical bond formed as a result of the sharing of electrons between the combining atom is called a covalent bond. ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അനലൈസ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നോക്കിയേ, ഫ്ലൂറിന്റെയും ഓക്സിജന്റെയും കേസിലുള്ള ഷെയറിംഗ് ഓഫ് ബോണ്ട്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഇവിടെ നോക്കിയേ, ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ വരയ്ക്കുന്നതെന്ന് നമുക്കറിയാം. 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെയും 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്ലൂറിൻ തമ്മിൽ കമ്പൈൻ ചെയ്ത് നിൽക്കണമെങ്കിൽ ഈ ഫ്ലൂറിന്റെ ഒരു ഇലക്ട്രോൺ വേണം, ഈ ഫ്ലൂറിന്റെ ഒരു ഇലക്ട്രോൺ വേണം. അപ്പൊ ഇവര് ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്, ഈ രണ്ടും കൂടെ ചേർന്ന് രണ്ടിനും 8 ഇലക്ട്രോൺസ് കിട്ടത്തക്ക വേണം ഷെയർ ചെയ്ത് നിൽക്കും. രണ്ടിലും അതുപോലെ തന്നെയാണ്, ഓക്സിജന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ കണ്ടോ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബോണ്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഓക്സിജന്റെ കേസിൽ ഡബിൾ ബോണ്ട് വരും. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് അക്വയർഡ് ഇൻ ദിസ് മോളിക്യൂൾ. എങ്ങനെയാണ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് അക്വയർ ചെയ്യുന്നത്? ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓർ ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടത്തിയാണ് ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ എഫിന് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തു. 1 2 3 4 5 6 7 8. ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെയും ഈ കേസിലും അങ്ങനെ തന്നെ. ഹൗ മെനി ഇലക്ട്രോൺ പെയർസ് ആർ ഷെയർഡ് അമംഗ് ദോസ് മോളിക്യൂൾസ്? എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തത്? 1 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഫ്ലൂറിന്റെ കേസിൽ. ഓക്സിജന്റെ കേസിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ. 2 പെയർ. ബൈ വാട്ട് നെയിം ഈസ് ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഈസ് നോൺ? ഈ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിന് പറയുന്ന പേരെന്താ? കോവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ട് ആയിരുന്നെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന ബോണ്ടായിരുന്നു. നൈട്രജൻ മോളിക്യൂൾ കണ്ടെയ്ൻസ് എ ട്രിപ്പിൾ ബോണ്ട്. കംപ്ലീറ്റ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. കണ്ടോ, ഇതിന് ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. എങ്ങനെയാ? നൈട്രജന് ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈട്രജൻ ഇവിടെ 3 ഇലക്ട്രോൺസ്, ഈ നൈട്രജനും ഷെയർ ചെയ്യണം, ഈ നൈട്രജനും ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം, ഷെയർ ചെയ്യും. ഇതിന്റെ രണ്ടാമത്തെ ആക്ടിവിറ്റി, ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. എലമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസും തന്നിട്ടുണ്ട്. കാർബൺ, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം. Identify the type of chemical bond formed in the given compounds on the basis of the electronegativity values of the element present. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് തന്നാൽ എങ്ങനെയാണ് അത് കോവാലന്റ് ബോണ്ട് ആണോ അയണിക് ബോണ്ട് ആണോ എന്ന് തിരിച്ചറിയുന്നത്? ഒരു കോമ്പൗണ്ട് തന്നിരുന്നാൽ അതിന്റെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂസിന്റെ ഡിഫറൻസ് 1.7 കൂടുതലാണെങ്കിൽ അത് അയണിക് ബോണ്ട് ആയിരിക്കും. 1.7 കുറവാണെങ്കിൽ അത് കോവാലന്റ് ബോണ്ട് ആയിരിക്കും. കാർബൺ മോണോക്സൈഡിൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ മൈനസ് ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ 3.44 മൈനസ് 2.55 0.89 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കോവാലന്റ് ബോണ്ട്. ഇതുപോലെ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയത്തിൻ്റെതും ക്ലോറിൻ്റെതും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് എടുത്ത് മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കിട്ടും. സോഡിയം ക്ലോറൈഡിന്റെ അയണിക് ബോണ്ടാണ്. മഗ്നീഷ്യം ഓക്സൈഡിന്റെത് മഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും നെഗറ്റിവിറ്റി വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് കോളത്തിൽ. അതെടുത്ത് എഴുതി മൈനസ് ചെയ്ത് കുറച്ച് എഴുതുക.
അപ്പോൾ 1.7 കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അയോണിക് ബോണ്ട് ആയിരിക്കും. 1.7 കുറവാണെങ്കിൽ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ ആക്ടിവിറ്റി, കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ നമ്മൾ കോവാലന്റ് ബോണ്ടിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്നതാണ് അയോണിക് ബോണ്ട്. In an ionic bond, the ions are held together by the electrostatic force of attraction between the oppositively charged ions. Analyze the electron dot diagram of the formation of sodium chloride molecule and answer the following question. ഇവിടെ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ചെയ്യാം. നോക്കിയാൽ സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്, 1 ഇലക്ട്രോൺ. ക്ലോറിന്റെ കേസിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്, 7 ഇലക്ട്രോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ സോഡിയം എന്ത് ചാർജ് ആയിട്ട് മാറും? പോസിറ്റീവ് ചാർജ്. ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് അത് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറും. വിച്ച് ആറ്റം ഡൊണേറ്റ് ദ ഇലക്ട്രോൺ? ഹൗ മെനി? ഏത് ആറ്റമാണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തത്? സോഡിയം, ഒരു ഇലക്ട്രോൺ. വിച്ച് ആറ്റം അക്സെപ്റ്റഡ് ദ ഇലക്ട്രോൺ? ഹൗ മെനി? എത്ര ഇലക്ട്രോൺ ആണ് അക്സെപ്റ്റ് ചെയ്തത്? ക്ലോറിൻ ആറ്റമാണ് അക്സെപ്റ്റ് ചെയ്തത്, 1 ഇലക്ട്രോൺ. ഹൗ ആർ ദി ആറ്റംസ് കോൾഡ് ആഫ്റ്റർ ദേ ഗെറ്റ് ചാർജ്ഡ്? ആറ്റംസ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന് ചാർജ് കിട്ടും. അപ്പോൾ അത് എന്തായി മാറും? അയോൺസ്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസ്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ കണ്ടത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Na gives ഡാഷ് പ്ലസ് 1 ഇലക്ട്രോൺ. സോഡിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Na+ ആയിട്ട് മാറും അല്ലെ. അപ്പൊ സോഡിയം ഗീവ്സ് Na++ 1 ഇലക്ട്രോൺ. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും. പോസിറ്റീവ് അയോൺസ് ആർ നോൺ ആസ് കാറ്റിയോൺസ്, നെഗറ്റീവ് അയോൺസ് ആർ നോൺ ആസ് ആനയോൺസ്. ഇപ്പൊ 2 ചാപ്റ്റർ കഴിഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അതിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ നമ്മൾ പഠിച്ചത്? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് നിർമ്മിക്കപ്പെടുന്നുമില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ബാലൻസിങ് ഓഫ് ഇക്വേഷൻ അടുത്ത് നമ്മൾ പഠിച്ചത് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാനാണ്. In chemical equation, equalizing the number of atoms of each elements in molecules in the reactant side and that in the product side is called balancing of equation. അപ്പം ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിയാക്ടൻസിന്റെ സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആക്കുക. അതാണ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ അരോമാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്ത് കിട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അനലൈസ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കെമിക്കൽ ഇക്വേഷൻസിന്റെ റിയാക്ടന്റ് ആറ്റംസ് എത്ര വീതം ഉണ്ടെന്ന് എഴുതുക, പ്രോഡക്റ്റ് ആറ്റംസ് എത്ര വീതം ഉണ്ടെന്ന് എഴുതുക. ഇനി ബാലൻസ്ഡ് അല്ലാത്ത അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യുക. അപ്പൊ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇത് സംശയമുള്ളവര്, മറന്നുപോയവര് ഒന്നുകൂടെ അത് കണ്ടിട്ട് ഇത് ചെയ്യൂ കേട്ടോ. റിയാക്ടന്റ് ആറ്റംസ്. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ സൾഫർ പ്ലസ് ഓക്സിജൻ ഗീവ് സൾഫർ ഡൈ ഓക്സൈഡ്. റിയാക്ടന്റ് സൈഡിൽ സൾഫർ എത്രയുണ്ട്? 1, ഓക്സിജൻ 2. പ്രോഡക്റ്റ് സൈഡിലോ സൾഫർ 1, ഓക്സിജൻ 2. അതുപോലെ രണ്ടാമത്തത് ഹൈഡ്രജൻ. ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ്. അപ്പോൾ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ഉണ്ട് റിയാക്ടന്റ് സൈഡിൽ, അയഡിൻ 2 എണ്ണം ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ ഓരോന്ന് വീതമേ ഉള്ളൂ, ഹൈഡ്രജൻ 1, അയഡിൻ 1. അപ്പോൾ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ദെൻ അലുമിനിയം മൂന്നാമത്തത് 1 ആണ്, ഓക്സിജൻ 2. അലുമിനിയം ഓക്സൈഡ് Al2O3, അലുമിനിയം 2, ഓക്സിജൻ 3. അപ്പൊ അതും ബാലൻസ്ഡ് അല്ല. രണ്ടും സെയിം അല്ലല്ലോ. ഇവിടെ അലുമിനിയം 1 ആണുള്ളത്, ഇവിടെ അലുമിനിയം 2 ഉണ്ട്. ഓക്സിജൻ 2 ആണുള്ളത്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ അത് ബാലൻസ്ഡ് അല്ല. രണ്ടും ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ കാൽസ്യം 1 ആണ്, കാർബൺ 1 ആണ്, ഓക്സിജൻ 3. ഇവിടെ കാൽസ്യം 1, കാർബൺ 1, ഓക്സിജൻ 3. ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷനുമാണ് ബാലൻസ്ഡ് അല്ലാത്തത്. അപ്പൊ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ പ്ലസ് അയഡിൻ H2 പ്ലസ് I2 HI എന്നാണ് തന്നിരുന്നത്. ഇവിടെ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 വശത്തും ഈക്വൽ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ അൺബാലൻസ്ഡ് ആയിട്ടുള്ളത് 4Al പ്ലസ് 3O2 ഗീവ്സ് 2Al2O3. ഈ സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സംശയമുള്ളവർ അതെടുത്ത് നോക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി, ദ പ്രോസസ് ഇൻ വിച്ച് ദ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് ഓക്സിഡേഷൻ.
ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് റിഡക്ഷൻ. റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ദ ആറ്റം ഓർ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആറ്റത്തിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. റിഡക്ഷൻ നടക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അനലൈസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് അനുസരിച്ച് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നോക്കിയേ, 2mg plus O2 gives 2mg2 plus O2 minus എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരുന്നു ഞാനെന്ന് പറഞ്ഞു. നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും ഓർത്തിരുന്നാൽ മതി. നോക്കിയേ, mg സീറോയിൽ നിന്ന്, സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, നീ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, ഓക്സിഡേഷൻ നമ്പർ ആണ്. സീറോ ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് 2+ ഓക്സിഡേഷൻ നമ്പറിലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇവിടെ നടന്ന പ്രവർത്തനം എന്താ? ഓക്സിഡേഷൻ. ഇനി ഓക്സിജൻ നോക്കിയേ, സീറോയിൽ നിന്ന് O2 മൈനസിലേക്ക് റെഡ്യൂസ് ചെയ്തു. കുറഞ്ഞില്ലേ, ഡിക്രീസ് ചെയ്തില്ലേ? അപ്പൊ ഇവിടെ നടന്നത് റിഡക്ഷൻ. ഇനി ഈ ഓക്സിഡേഷൻ നടന്ന ആറ്റമാണ് ഓക്സിഡൈസ്ഡ് ആറ്റം, അത് തന്നെയാണ് റെഡ്യൂസിംഗ് ഏജന്റ്. റിഡക്ഷൻ നടന്ന ഈ ആറ്റമാണ് റിഡ്യൂസ്ഡ് ആറ്റം, ഓക്സിഡൈസിംഗ് ഏജന്റ്. ദ ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത ആറ്റം ഏതാണ്? മഗ്നീഷ്യം. ദ ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ്. കുറഞ്ഞ ആറ്റം, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ഏതാറ്റത്തിനാണ്? ഓക്സിജൻ. ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? ഓക്സിഡൈസ്ഡ് ആറ്റം മഗ്നീഷ്യം. റെഡ്യൂസ്ഡ് ആറ്റം ഏതാണ്? റെഡ്യൂസ്ഡ് ആറ്റം ഓക്സിജൻ. ഓക്സിഡൈസിംഗ് ഏജന്റ്, ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ്? ഓക്സിജൻ. മറന്നുപോരുത്, റെഡ്യൂസ്ഡ് ആറ്റം തന്നെയാണ് ഓക്സിഡൈസിംഗ് ഏജന്റ്. ഓക്സിഡൈസിംഗ് ഏജന്റ്. റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? മഗ്നീഷ്യം. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അലുമിനിയം ഇൻ അലുമിനിയം ഓക്സൈഡ്. Al2O3 അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഒരു കോമ്പൗണ്ടില് ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അറിഞ്ഞൂടാത്ത ആ എലമെന്റിന് എക്സ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എക്സ്, ഓക്സിജന്റെ നമുക്കറിയാം -2. നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജന്റെ +1, ക്ലോറിന്റെ -1, ഓക്സിജന്റെ -2, അങ്ങനെ ഒരു ടേബിൾ തന്നെ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഓക്സിജന്റേത് -2 ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? ഈ രണ്ടും കൂടെ ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂടെ സം ചെയ്ത് കിട്ടുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് എത്രയുണ്ട്? എക്സ് അലുമിനിയം എത്രയുണ്ട്? 2. അപ്പൊ 2 × x പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 3. 3 × -2 = 0. ദെൻ പിന്നെ വരുന്നത് മാത്സ് ആണ്. 2x 3 × -2 പ്ലസ് 3 × -2 എന്ന് പറയുന്നത് -6 ആണ്. 2x - 6 = 0. 2x = ഈ -6 ഇപ്പുറത്ത് വരുമ്പോഴോ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് വരുമ്പോൾ +6 ആയി. x = 6/2 = 3. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അലുമിനിയം എത്ര കിട്ടി? +3. ദെൻ ഫോർത്ത് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഈ സയന്റിസ്റ്റിനെ ഓർക്കുന്നുണ്ടോ? ഡോബറൈനർ, ന്യൂലാൻഡ്സ്, ലാവോസിയർ, ഹെൻറി മോസ്ലി ആൻഡ് മെൻഡലീഫ്. ഈ പീരിയോഡിക് ടേബിളാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററാണ് ഞാൻ മറന്നു പോകരുതെന്ന് പറഞ്ഞത്. The table given below lists the contributions and names of scientists who made earlier attempts in the classification of elements. അപ്പോൾ എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്യുന്ന പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്യുന്നതിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത സയന്റിസ്റ്റ് ആണിത്. താഴെ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കോൺട്രിബ്യൂഷൻസ്. ലോ ഓഫ് ഒക്ടേവ്സ് ആരുടേതായിരുന്നു? ന്യൂലാൻഡ്സ്. ദെൻ ലാവോയിസിയർ എന്താ ചെയ്തത്? പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്തപ്പോൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ക്ലാസിഫൈ ചെയ്തു. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ദെൻ ഡോബറൈനർ എന്താ ചെയ്തത്? ട്രയാഡ്സ്. ദെൻ മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നത് ആരാണ്? ഹെൻറി മോസ്ലി. സിമിലർ എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ദിസ് ഈസ് വൺ ഓഫ് ദ മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. റൈറ്റ് എനി 2 other merits of മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പൊ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ ഒരു മെറിറ്റ് തന്നിട്ടുണ്ട്, മറ്റു 2 മെറിറ്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർ എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് സെയിം ഗ്രൂപ്പിലാണ് മെൻഡലീവ് അറേഞ്ച് ചെയ്തത്. അതുപോലെ 2 മെറിറ്റ്സ്, വേറെ 2 മെറിറ്റ്സ്, കറക്ഷൻ ഓഫ് അറ്റോമിക് മാസസ്. അറ്റോമിക് മാസസ് അതിനകത്ത് ചേർന്ന് പോകാതെ കുറച്ച് എലമെന്റ്സ് വന്നിരുന്നു, അതിനെ കറക്റ്റ് ചെയ്തു. ദെൻ പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. കുറച്ച് കോളംസ് ഒഴിച്ചിട്ടിരുന്നു, അവിടെ വേറെ എലമെന്റ്സ് വരാനുണ്ടെന്നും അതിന്റെ പ്രോപ്പർട്ടീസ് പ്രഡിക്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. മൂന്നാമത്തെ ആക്ടിവിറ്റി, പീരിയഡ് നമ്പർ = നമ്പർ ഓഫ് ഷെൽസ്. അപ്പൊ നമ്മൾ ഒരു എലമെന്റ് കിട്ടിയാൽ പീരിയഡ് നമ്പർ എങ്ങനെ എഴുതും? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അത് എത്ര ഷെൽസ് ഉണ്ടെന്ന് നോക്കുക, ആ ഷെൽ നമ്പർ തന്നെയാണ് പീരിയഡ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ കാണാനാണെങ്കിലോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ ആണെങ്കിൽ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1, ഗ്രൂപ്പ് നമ്പർ 1 ആണ്, ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് അത് ഉൾക്കൊള്ളുന്നത്. 2 ആണെങ്കിൽ 2 ആണ്. 3 മുതൽ
8 വരെയാണ് വരുന്നതെങ്കിൽ +10 കൂടെ ചെയ്യുക. 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ. 3 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എങ്കിൽ +10, 3 + 10 13 ഗ്രൂപ്പിലാണ് ആ എലമെന്റ് വരിക. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് ദ ഫോളോയിങ് ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഒരു ബോർ മോഡൽ തന്നിട്ടുണ്ട്, ഒരു എലമെന്റിന്റെ, ഒരു ആറ്റത്തിന്റെ ബോർ മോഡൽ തന്നിട്ടുണ്ട്, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 13 ആണ് പ്രോട്ടോൺസിന്റെ എണ്ണം, അത് തന്നെയാണ് ഇലക്ട്രോൺസിന്റെതും. അപ്പൊ 2, 8, 3. പീരിയഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ഷെൽസ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3. അപ്പോ പീരിയഡ് നമ്പർ 3, തേർഡ് പീരീഡിലാണ് ഈ എലമെന്റ് ഉള്ളത്. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 1ഉം 2ഉം ആണെങ്കിൽ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. 3 മുതൽ 8 വരെ വരുവാണെങ്കിൽ +10 കൂടെ ചെയ്യുക. 3 + 10 13 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഫാമിലിയാണ്? ബോറോൺ ഫാമിലി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു സെയിം പീരീഡ്. ആ പീരീഡിൽ തന്നെ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണ്? അപ്പൊ മൂന്നാമത്തെ പീരീഡിൽ വരുന്ന 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന 1, 2, 3 കണ്ടോ? ഇതിൽ വരുന്ന 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അലുമിനിയം 13 അറ്റോമിക് നമ്പർ. അതിന് നേരെ വരുന്ന നോബിൾ ഗ്യാസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആർഗൺ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആർഗൺ 18 ആണ്, 288. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ് ബിലോങ്ങിങ് ടു സെയിം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ തന്നെ വരുന്ന രണ്ടാമത്തെ പീരീഡിലെ എലമെന്റ് ഏതാണ്? ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 13 ഗ്രൂപ്പിലെ രണ്ടാമത്തെ പീരീഡ്. ഇത് ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡിൽ വരുന്നത് ബോറോൺ. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 5 ആണ് അറ്റോമിക് നമ്പർ, 2, 3. Identify the position of transition elements in the periodic table. Write any 2 characteristics of transition elements. Transition elements ന്റെ പൊസിഷൻ എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ? ഇതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. 3 മുതൽ 12 വരെ. 3 മുതൽ 12 വരെ ഗ്രൂപ്പിൽ പെടുന്ന ഈ എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദേ ആർ മെറ്റൽസ്. അവ മെറ്റൽസ് ആണ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അവ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. Activity 3. On moving from left to right along a period, size of an atom decreases. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും. അത് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, സംശയമുള്ളവര്. ആസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസ്, അങ്ങനെ ആറ്റം കുറഞ്ഞു വരും, ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. ആസ് ദി സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഓൾസോ ഇൻക്രീസസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഈ സിമ്പിൾസ് ഒന്നും റിയൽ അല്ല. അനലൈസ് ദം ആൻഡ് ഫിൽ ദ ഫോളോയിങ് ടേബിള് ഫിൽ ചെയ്യാം. എലമെന്റ് പി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287, ക്യൂ ആണ് 288, ആർ 281. അപ്പൊ ഇത് ഞാൻ എഴുതിയേക്കുന്നത് ഇതിന്റെ ടോട്ടൽ ആണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയെന്നാണ് എഴുതിയേക്കുന്നത്. ദ പീരീഡ് ഇൻ വിച്ച് ദീസ് എലമെന്റ്സ് ബിലോങ്. ഏത് പീരീഡിലാണ് ഈ എലമെന്റ്സ് ഉൾക്കൊള്ളുന്നത്? എല്ലാത്തിനും 3 ഷെൽസ് വീതമാണുള്ളത് അല്ലെ? 1, 2, 3, 1, 2, 3, 1, 2, 3. അപ്പോ മൂന്നാമത്തെ പീരീഡിൽ എത്ര ഷെൽസ് ഉണ്ടോ അതാണ് പീരീഡ് നമ്പർ. ബിഗ്ഗസ്റ്റ് എലമെന്റ് ഏതാണ്? ഇതില് അറ്റോമിക് നമ്പർ ഞാൻ എഴുതാൻ കാരണം ബിഗ്ഗസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാനാണ്. 11, 17, 18. 11 എന്ന് പറയുന്നത് ഇവിടെ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. 17ഉം 18ഉം റൈറ്റ് സൈഡിലാണ് വരുന്നത്. നോക്കിയേ, 11 എന്ന് പറയുന്നത് ഇതാണ്, സോഡിയം ആണ്, അവിടെയും തന്നിട്ടില്ല. 11 എന്ന് പറയുന്നത് ഇവിടെയാണ്, 17ഉം 18ഉം ഇവിടെയാണ് വരുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. അപ്പൊ ഇവിടെ ബിഗ്ഗസ്റ്റ് എലമെന്റ് ഏതാ? 6 ആണ്. അറ്റോമിക് നമ്പർ കുറവുള്ളതാണ് ബിഗ്ഗസ്റ്റ് എലമെന്റ്. ദെൻ എലമെന്റ് ഹാവിംഗ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി. ഹയസ്റ്റ് അയണൈസേഷൻ എനർജി കൂടുതൽ ഏതിനാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജിയും കൂടും, ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടും. അപ്പോൾ 18 ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളതും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും. ക്യൂ ആണിത്. എലമെന്റ് ഹാവിംഗ് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ക്യൂ. സ്റ്റേബിൾ എലമെന്റ് ഏതാ? സ്റ്റേബിൾ എലമെന്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് 8 ഇലക്ട്രോൺസ് ആണ് കാണുന്നതെങ്കിൽ അത് സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. അപ്പോൾ അത് ക്യൂ. നെക്സ്റ്റ് 5ാമത്തെ ചാപ്റ്റർ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, സം ആക്ടിവിറ്റീസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾ, അനലൈസ് ഇറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇപ്പൊ കുറച്ച് എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഒബ്സർവേഷനും ഇൻഫറൻസും എഴുതണം. ഒന്നാമത്തേത് 2 ml ഓഫ് വിനെഗർ ഈസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ഡിപ്പ് എ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ ഇറ്റ്. അപ്പൊ 2 ml വിനെഗർ സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക,
അതിനകത്തേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുക. എന്ത് സംഭവിക്കും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വിനെഗർ ഈസ് അസിഡിക് നേച്ചർ. ഇപ്പൊ ഇവിടെ താഴെ തന്നിട്ടുണ്ട് എഗ് ഷെൽസ് ക്യാൻ ബി യൂസ്ഡ് as കാൽസ്യം കാർബണേറ്റ്. ഇവിടെ കാൽസ്യം കാർബണേറ്റിന് പകരം എഗ് ഷെൽസ് ഉപയോഗിക്കാം, മുട്ടത്തോട് ഉപയോഗിക്കാം. ലൈം ജ്യൂസ് ഓർ വിനെഗർ ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ലൈം ജ്യൂസോ വിനെഗറോ ഉപയോഗിക്കാം. രണ്ടാമത്തെ, ടേക്ക് സം കാൽസ്യം കാർബണേറ്റ് ഇൻ എ ബോയിലിംഗ് ട്യൂബ് ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് കുറച്ച് ബോയിലിംഗ് ട്യൂബിൽ എടുക്കുക, അതിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. എന്ത് സംഭവിക്കും? ഒരു ഗ്യാസ് ഫോം ചെയ്യും. എ ഗ്യാസ് ഈസ് ഫോംഡ്, ദ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ. അങ്ങനെ ഫോം ചെയ്ത ഗ്യാസ് ഒരു ക്ലിയർ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യിച്ചാൽ ഇറ്റ് ടേൺസ് മിൽക്കി. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദ ഗ്യാസ് ഫോംഡ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ വരുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മൂന്നാമത്തത്, ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക. ആഡ് സം ക്യുക്ക് ലൈം. ക്യുക്ക് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ആൻഡ് സ്റ്റിർ ഇറ്റ്. നന്നായിട്ട് ഇളക്കുക. ആഡ് എ ഡ്രോപ്പ് ഓഫ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഇൻ ഇറ്റ്. അതിനകത്തേക്ക് ഒരു ഡ്രോപ്പ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ ആ സൊല്യൂഷൻ ബ്ലൂയിലോട്ട് മാറും. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോംഡ് ആൻഡ് ഇറ്റ് ഈസ് ബേസിക്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്, അത് ബേസിക് നേച്ചർ ആണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്. ഇത് നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് ഓക്സിജനുമായിട്ട് ഫോം ചെയ്യുമ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ഉണ്ടാകും. ജനറലി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദി റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് വാട്ടർ ആർ അസിഡിക് ഇൻ നേച്ചർ. അപ്പൊ ഈ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അസിഡിക് ഇൻ നേച്ചർ ആണ് കിട്ടുന്നത്. ആ കിട്ടുന്ന പ്രോഡക്റ്റ് അസിഡിക് നേച്ചർ ആയിരിക്കും. In industrial areas and townships, environmental problems like acid rain occurs. Write a short note on acid rain and the problems arising from it. അപ്പോൾ ആസിഡ് റെയിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതുക, പിന്നെ അതിന്റെ പ്രോബ്ലംസും. In industrial areas, townships, gases like sulfur dioxide and nitrogen dioxide reach the atmosphere in larger amounts. അപ്പോൾ നമുക്കറിയാം വ്യവസായശാലകൾ ഉള്ളിടത്തൊക്കെ ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ വരുന്ന സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അറ്റ്മോസ്ഫിയറിൽ അധികം അളവിൽ കാണും. ദീസ് ഗ്യാസസ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ. അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് ഈ ഗ്യാസസ് റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ആൻഡ് റീച്ച് ദ സോയിൽ ആസ് ആസിഡ്സ്. എന്നിട്ട് ഭൂമിയിലേക്ക് വരുന്നത്, മണ്ണിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആസിഡ്സ് ആയിട്ടാണ്. ദിസ് ഈസ് നോൺ ആസ് ആസിഡ് റെയിൻ. ഇതാണ് ആസിഡ് റെയിൻ. ഇനി അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 84 കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ലോസ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ് ആസ് ദെയർ ലീവ്സ് ആർ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഇങ്ങനെ ആസിഡ് റെയിൻ ചെയ്യുന്ന കാരണം ലീവ്സ് എല്ലാം നശിച്ചു പോകുന്നതുകൊണ്ട് അതിന് ഫോട്ടോസിന്തസിസ് പറ്റില്ല. ദെൻ സിവിയർ ആസിഡ് റെയിൻ ഡിസ്ട്രോയ്സ് ദ ഗ്രീനറി ഓഫ് എ റീജിയൻ. ഒരു പ്രദേശത്ത് തന്നെ പച്ചപ്പ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിവിയർ ആയിട്ടുള്ള ആസിഡ് റെയിന് സാധിക്കും. Then the acidic nature of water causes the death and destruction of fish and corals. അപ്പോൾ ഈ വാട്ടറിൽ വന്ന് വീഴുന്ന ആസിഡ് റെയിൻസ് അസിഡിറ്റി കൂട്ടൂലേ വാട്ടറിന്റെ, അങ്ങനെ മത്സ്യങ്ങളും പിന്നെ പവിഴപ്പുറ്റുകളും ഒക്കെ നശിക്കാൻ വേണ്ടിയിട്ട് ഇടയാകും. അപ്പോൾ ഇതൊക്കെയാണ് പ്രോബ്ലംസ്. Then activity 3, neutralization is the process in which an acid and an alkali react with each other to form salt and water. അപ്പോൾ ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും കിട്ടുന്ന പ്രോസസ്സിനെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോൾട്ട് കണ്ടെയ്ൻ പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ദേ ഡിസോസിയേറ്റ് ഇൻടു അയോൺസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ഈ സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസുമായിട്ട് മാറും. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഗിവൺ ബിലോ. നോക്കിയേ, NaOH അതൊരു ആൽക്കലിയാണ്, HCl അതൊരു ആസിഡാണ്. ആൽക്കലിയും ആസിഡും കൂടെ ചേർന്ന് ഒരു സോൾട്ട് ഫോം ചെയ്യും, NaCl. അതിൽ നിന്ന് H2 കൂടെ ഉണ്ടാവും. ദെൻ NH4 + Cl-. ഇങ്ങനെ ഒരു അയോൺസ് ഉണ്ടാകണമെങ്കിൽ അത് ഏത് സോൾട്ടിൽ നിന്നാണ് ഉണ്ടായത്? NH4Cl. ദെൻ Ca3PO4 ട്വൈസ്, കാൽസ്യം ഫോസ്ഫേറ്റ്. അതിന്റെ അയോൺസ് എങ്ങനെ എഴുതാം? Ca2 + PO4 3-. അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന സഫിക്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് മാറ്റി എഴുതിയാൽ മതി. Ca ഇവിടെ വരുന്ന 3, PO4-ന് 3-, ദെൻ PO4-ന് ഇവിടെ വരുന്ന കാൽസ്യത്തിന്റെ 3 അങ്ങോട്ട് എഴുതുക. The symbols of some positive and negative ions are given in the table. Analyze the table and find out the chemical formula of the salt given. അപ്പോൾ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് അയോൺസും കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് അയോൺസും കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ
സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതണം. അപ്പൊ അത് എഴുതാനുള്ള സ്റ്റെപ്പൊക്കെ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? നോക്കിയാൽ പൊട്ടാസ്യം നൈട്രേറ്റ്, അതാണ് സോൾട്ടിന്റെ പേര്. അതിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? ആദ്യം പോസിറ്റീവ് അയോൺ ആണ് എഴുതേണ്ടത്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിൽ അതിൽ പൊട്ടാസ്യം അയോൺ വേണം, നൈട്രേറ്റ് അയോൺ വേണം. പൊട്ടാസ്യം അയോൺ എന്താണ്? K+. നൈട്രേറ്റ് അയോൺ ഇതാ ഉണ്ട്, NO3-. അപ്പൊ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ആദ്യം പോസിറ്റീവ് അയോൺ എഴുതുക, K+ ആണ്, K+. ദെൻ നെഗറ്റീവ് അയോൺ എഴുതുക, NO3-. ഇനി ഇതിന് എത്ര ചാർജ് ഉണ്ട്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാർജ് സഫിക്സ് ആയിട്ട് എഴുതുക. Kക്ക് ഒരു പോസിറ്റീവ് ചാർജ്, NO3ക്ക് ഒരു നെഗറ്റീവ് ചാർജ്. എന്നിട്ട് NO3യുടെ ചാർജിന്റെ അവിടെയുള്ള നമ്പർ Kയിലോട്ടും Kന്റെ അവിടെയുള്ള ചാർജിന്റെ നമ്പർ താഴോട്ടും സഫിക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, K1 NO3 1. 1 ആണെങ്കിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ, KNO3. അങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതേണ്ടത്. ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യത്തിന്റെ Ca2+ ആണ്, Ca2+, ഹൈഡ്രോക്സൈഡ് OH-. ആദ്യം പോസിറ്റീവ് അയോൺ എഴുതുക, Ca2+, ദെൻ OH-. ഇനി ചാർജിന്റെ നമ്പർ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് സഫിക്സ് ആയിട്ട് എഴുതുക. അപ്പോൾ Caക്ക് OHന്റെ 1 വരും, OHന് Caയുടെ 2 വരും താഴെ. അപ്പോൾ CaOH twice. ദെൻ അമോണിയം സൾഫേറ്റ്, അമോണിയം NH4+ ആണ്, സൾഫേറ്റ് SO4 ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആദ്യം എഴുതുക, ദെൻ നെഗറ്റീവ് ചാർജ് ഉള്ളത്, ദെൻ നമ്പർ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് സഫിക്സ് ആയിട്ട് എഴുതുക, NH4 twice SO4. Then 6th chapter, non-metal. Some chemicals and apparatus are given in the box. Analyze this and complete the worksheet given below. അപ്പൊ കുറച്ച് അപ്പാരറ്റസും കെമിക്കൽസും തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പ്രിപ്പറേഷൻ ആണ്. അതിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസും അപ്പാരറ്റസും എഴുതുക, അതിന്റെ പ്രൊസീജിയറും എഴുതുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രജന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഇതിൽ നിന്ന് എടുത്ത് എഴുതാലോ. ടെസ്റ്റ് ട്യൂബ് വേണം, സിങ്ക് വേണം, ഡയലൂട്ട് HCl, മാച്ച് സ്റ്റിക്ക് വേണം, ഒരു സ്റ്റാൻഡ് വേണം ടെസ്റ്റ് ട്യൂബ് വെക്കാൻ. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ടേക്ക് 5 ml ഓഫ് ഡയലൂട്ട് HCl ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ദെൻ ആഡ് സം സിങ്ക് ഗ്രാനുൾസ് ഇൻടു ഇറ്റ്. സിങ്ക് ആഡ് ചെയ്യുക. ബ്രിങ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് അറ്റ് ദി മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിന്റെ വായു ഭാഗത്ത് ബേണിംഗ് മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരിക. ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. അതൊരു പോപ്പ് സൗണ്ടോടുകൂടെ ബേൺ ചെയ്യും. അങ്ങനെ വരുന്ന ഗ്യാസ് ആണ് ഹൈഡ്രജൻ. ദെൻ ഓക്സിജന്റെ കേസിൽ കെമിക്കൽസും അപ്പാരറ്റസും എന്തൊക്കെയായിരുന്നു? സ്റ്റാൻഡ് വേണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വേണം, ദെൻ മോയ്സ്ചർ ഫ്രീ ബോയിലിംഗ് ട്യൂബ് വേണം, സ്പിരിറ്റ് ലാമ്പ് വേണം. ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബോയിലിംഗ് ട്യൂബിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് എ ഗ്ലോയിങ് മാച്ച് സ്റ്റിക്ക് ഇൻ ടു ദി ബോയിലിംഗ് ട്യൂബ്. ബോയിലിംഗ് ട്യൂബിലേക്ക് ഒരു ഗ്ലോയിങ് മാച്ച് സ്റ്റിക്ക് കാണിക്കുക. ദ ഗ്ലോയിങ് മാച്ച് സ്റ്റിക്ക് ഫ്ലെയേഴ്സ് അപ്പ്. അതൊന്ന് ആളിക്കത്തുന്നതായിട്ട് കാണാം. അങ്ങനെ ഉണ്ടായ ഗ്യാസ് ആണ് ഓക്സിജൻ. ദെൻ അടുത്ത ആക്ടിവിറ്റി, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ആക്ടിവിറ്റി അപ്പുറത്തെ പേജിലുണ്ട്. An element in a compound is displaced by another element is called a displacement reaction or substitution reaction. Example, zinc plus 2HCl gives zinc Cl2 plus H2. അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ ഒരു എലമെന്റ് റീപ്ലേസ് ചെയ്ത് വേറൊരു എലമെന്റ് അവിടെ വരും. ഇവിടെ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്ന് സിങ്ക് ക്ലോറൈഡ് ഫോം ചെയ്തു. ഹൈഡ്രജൻ മാറിയിട്ട് ഇവിടെയുള്ള ഹൈഡ്രജൻ മാറി അവിടെ എന്ത് വന്നു? സിങ്ക് വന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ദെൻ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട് ഈസ് കോൾഡ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ടോ അതിലധികമോ സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ചേർന്ന് ഒരു ന്യൂ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതാണ് കോമ്പിനേഷൻ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഒരു പുതിയ കോമ്പൗണ്ട് വാട്ടർ ഫോം ചെയ്തു, അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. Decomposition reaction. Decomposition is the process of forming 2 or more products due to the decomposition of a compound. ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു, ചെറിയ എലമെന്റ്സ് ആയിട്ട് മാറുന്നു. NaCl ഡീകമ്പോസ് ചെയ്ത് Naയും Cl2 ആയിട്ട് മാറുന്നു. Double decomposition. Double decomposition is a reaction in which 2 compounds when react with each other interchange their ions to form 2 new compounds. അപ്പോൾ രണ്ട് കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്ത് അയോൺസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് ഇവിടെ ഇന്റർചേഞ്ച് ചെയ്ത് HCl ഇവിടുത്തെ BaSO4 ചേർന്ന് BaSO4 അങ്ങനെ ഫോം ചെയ്യുന്നു. അതാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. Some chemical equations are given in the box. Classify them and tabulate.
അപ്പൊ ഇവിടെ കുറെ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്നിങ്ങനെ തിരിച്ചെഴുതുക. നോക്കിയാൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ആ ഇക്വേഷൻ എടുത്തെഴുതണം കേട്ടോ. ഒന്നാമത്തെ സിംഗിൾ പ്ലസ് CuSO4 ഗീവ്സ് ZnSO4 പ്ലസ് Cu. അതെവിടെ വരുന്നതാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ. കോപ്പർ മാറി ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് അവിടെ വരുന്നു. അപ്പൊ അങ്ങനെ ഓരോന്നും നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. ദ അറേഞ്ച്മെന്റ് ഓഫ് അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഇൻ ലബോറട്ടറി ഇസ് ഷോൺ ബിലോ. ലബോറട്ടറിയിൽ ക്ലോറിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പിക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അനലൈസ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. വൈ ഈസ് ക്ലോറിൻ ഗ്യാസ് പാസ്ഡ് ത്രൂ വാട്ടർ? അപ്പൊ ഇവിടെ ഫോം ചെയ്ത ക്ലോറിൻ ഗ്യാസ് എന്തിനാണ് വെള്ളത്തിൽ കൂടെ പാസ് ചെയ്യിക്കുന്നത്? ഇവിടെ നമുക്കറിയാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുന്നു, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് നമുക്ക് കിട്ടും. അത് ആദ്യം വാട്ടറിലൂടെ പാസ് ചെയ്യും. എന്തിനാണ്? ടു റിമൂവ് ദ ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ദാറ്റ് കംസ് ഔട്ട് അലോങ് വിത്ത് ക്ലോറിൻ. ക്ലോറിന്റെ കൂടെ വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പറിനെ കളയാൻ വേണ്ടിയിട്ടാണ് വാട്ടറിലൂടെ ആദ്യം കടത്തിവിടുന്നത്. വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റിമൂവ് വാട്ടർ വേപ്പർ ഫോംഡ് അലോങ് വിത്ത് ക്ലോറിൻ. ക്ലോറിന്റെ കൂടെ വരുന്ന വാട്ടർ വേപ്പറിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്തിലൂടെ കടത്തിവിടും? സൾഫ്യൂരിക് ആസിഡിലൂടെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ അടുത്ത് പാസ് ചെയ്യിക്കും. അതെന്തിനായിരുന്നു? ഈ വാട്ടറിലൂടെ പാസ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വാട്ടർ വേപ്പറിനെ കളയാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ പാസ് ചെയ്യിക്കും. എന്നിട്ട് പ്യൂർ ആയിട്ടുള്ള ക്ലോറിൻ നമുക്ക് ഈ ജാറിൽ കളക്ട് ചെയ്യാൻ പറ്റും. ദ കളർ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഗ്രീനിഷ് യെല്ലോ. വിച്ച് ഈസ് ദ സൊല്യൂഷൻ യൂസ്ഡ് ടു ഐഡന്റിഫൈ ക്ലോറിൻ സോൾട്ട്? ക്ലോറിൻ സോൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സൊല്യൂഷൻ ഏതായിരുന്നു? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഓർക്കുന്നുണ്ടോ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആദ്യം ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അത് അമോണിയം സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള സോൾട്ട് ആണ്. ബ്ലീച്ചിങ് ഓഫ് ക്ലോറിൻ ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. വൈ? അപ്പൊ ക്ലോറിൻ ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ബ്ലീച്ചിങ് കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ് പഠിച്ചതാണ്. ക്ലോറിൻ ബ്ലീച്ചസ് ബൈ ദി പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ. ഇറ്റ് നീഡ്സ് മോയ്സ്ചർ ഫോർ ഇറ്റ്സ് ബ്ലീച്ചിങ് ആക്ഷൻ. അതിന് കുറച്ച് മോയ്സ്ചർ ആവശ്യമാണ്. എങ്ങനെയായിരുന്നു? ക്ലോറിൻ റിയാക്ട്സ് വിത്ത് വാട്ടർ. വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? നെയ്സന്റ് ഓക്സിജൻ ഉണ്ടാവും. നെയ്സന്റ് ഓക്സിജൻ ഓക്സിഡൈസസ് colored objects into colorless. Which is the substance formed when dry chlorine gas is passed through dry slaked lime? Dry slaked limeലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ്സ്റ്റൻസ് എന്തായിരുന്നു? ബ്ലീച്ചിങ് പൗഡർ. Then last chapter, the world of carbon. List out the characteristic properties of graphite and diamond from the properties given in the box. അപ്പോൾ നമ്മൾ അതിനകത്ത് കാർബണിന്റെ അലോട്രോപിക് ഫോംസ് പഠിച്ചു. അതിൽ ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും പ്രോപ്പർട്ടീസ് ഇതിലൊന്ന് എടുത്തെഴുതുക. ഡയമണ്ടിന്റെ പ്രോപ്പർട്ടീസ് ഇതിലൊന്ന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, വെരി ഹാർഡ് ആണ്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ദെൻ ഗ്രാഫൈറ്റിന് ഗ്രേ ഇൻ കളർ, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, നോൺ വോളറ്റൈൽ. One use each of diamond and graphite are given. Identify the characteristics used here. ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പെൻസിൽ ലെഡ്. നമുക്കറിയാം ഗ്രാഫൈറ്റ് പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റ് സോഫ്റ്റും സ്ലിപ്പറിയുമാണ്. സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ അത് കുറെ ലെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതുമ്പോൾ സ്മൂത്ത് ആയിട്ട് എഴുതാനും അത് എഴുതുന്ന പ്രതലത്തിൽ പതിയാനും പറ്റും. ദെൻ ഡയമണ്ട് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഗ്ലാസ്. ഡയമണ്ട് ഗ്ലാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് കാരണം ഡയമണ്ട് ഈസ് വെരി ഹാർഡ്. രണ്ട് ആക്ടിവിറ്റിയാണ് ഈ ചാപ്റ്ററിലുള്ളത്. Activity 2. Name the process by which carbon dioxide is utilized by plants. Plants കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ പ്രോസസ് എന്തുവായിരുന്നു? ഫോട്ടോസിന്തസിസ് അല്ലെ? ഫോട്ടോസിന്തസിസിലാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നത്. ഇത് കാർബൺ സൈക്കിൾ ആണ്, ഓർക്കുന്നുണ്ടല്ലോ. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എയർ ഈസ് ഇൻക്രീസ്ഡ്? അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കമ്പസ്റ്റൻ, കത്തിക്കുന്നത്, ദെൻ റെസ്പിറേഷൻ, ദെൻ ഡീകമ്പോസിഷൻ. Write a short note on the problems related to the tremendous increase in the amount of carbon dioxide in the atmosphere and its remedial measures. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ക്രമാതീതമായിട്ട് കൂടുന്നതിന്റെ പ്രോബ്ലംസും അതിനുള്ള റെമഡീസും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പരിഹാര മാർഗങ്ങൾ.
Carbon dioxide in the atmosphere traps infrared radiation and this is responsible for existing temperature of the earth and atmosphere. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ ഒരു ഭാഗം ട്രാപ്പ് ചെയ്തിട്ട് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൽ റിഫ്ലക്ട് ചെയ്യുകയും റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന റേസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാം ചൂട് കൂടുന്നതിന് കാരണമാകും. ദിസ് ലീഡ്സ് ടു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിലേക്ക് നയിക്കും. As a result of the average temperature increases, this is global warming. അപ്പൊ അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ റെമഡീസ് എന്ന് പറയുന്നത് പ്ലാന്റ് ട്രീസ് നട്ടുപിടിപ്പിക്കുക, ദെൻ സ്പ്രെഡ് അവയർനെസ്, ഇതിനെതിരെയായിട്ട് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക, പറഞ്ഞു മനസ്സിലാക്കുക, ദെൻ സേവ് വാട്ടർ സേവ് ചെയ്യുക, എക്സെട്ര. ഇനിയും ധാരാളം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും, അത് ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ആക്ടിവിറ്റി കാർഡിൽ ചെയ്യാനുള്ളത്. അപ്പൊ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്